ഹലോ, അപ്പം നമുക്കിന്ന് ഒരു പെൻസിൽ ഓർഗനൈസർ ഉണ്ടാക്കിയാലോ. കുറേ പെൻസിലൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തടഞ്ഞൊക്കെ കിടക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ തിരയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട് അതിൽ കൊണ്ടുപോയി ഇട്ട് വെച്ചാൽ നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ഓർഗനൈസർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ വിചാരിച്ച് ഒരു പേപ്പർ ഇത് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കഫേൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. കഫേൻ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടാണ് കേട്ടോ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്തിട്ട് അതിൽ പെന്നോ പെൻസിലോ എന്താ വെച്ചാൽ വേണമെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ തേക്കുന്നുണ്ട്. ഇതിന് എന്താ പേര് പറയുക, ഗമ്മ്, ഫെവിക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഗമ്മ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക, ഒട്ടിയാൽ മതി. ഒട്ടണ വിധത്തിൽ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുന്നു. ഇത് വെറുതെ കിടന്ന ഒരു യൂസും ഇല്ലാണ്ട് വെറുതെ മനം നോക്കി കിടന്ന ഒരു കവറാട്ടോ. ഇതേപോലെ ഞാൻ വേറെയും കുറച്ച് കവേഴ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രൊഡക്ട്സിൻ്റെ എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ കവേഴ്സ് യൂസ് ഇല്ലെങ്കിലും ഞാനിത് ഇങ്ങനെ എടുത്ത് വെക്കും. അതിൻ്റെ ഒരു സ്വഭാവമാണ്. അത് വലിച്ചെറിയില്ല. വേറെ ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് കളയും. എല്ലാവർക്കും ഭയങ്കര ദേഷ്യവും. ഇങ്ങനെ ആവശ്യമില്ലാത്ത കൂടുകൾ ഇങ്ങനെ എടുത്ത് വെക്കണം. ഞാനിപ്പോൾ ഇത് ആവശ്യമില്ലാത്ത കൂട് ഇങ്ങനെ വെറുതെ എടുത്ത് വെച്ചൊരു സാധനമാണ്. പക്ഷെ ഞാനത് കളയാറില്ല. അങ്ങനെ ഒരു പേപ്പറൊക്കെ കവർ ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് എന്തായാലും ഒരു ക്യൂട്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് സംഭവങ്ങൾ നമ്മൾ അതിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. സംഭവബഹുലമായ സംഭവങ്ങൾ. ഇതെന്താന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇത് ഒരു ആളാണ്, ഒരു ചെറിയ കുട്ടിയാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ക്യൂട്ട് സ്റ്റിക്കേഴ്സാണ് ഞാനിപ്പോൾ ഈ വരച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ 2-3-4 സംഭവങ്ങൾ വരച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒരു മേഘം എന്നാണ് എൻ്റെ ഒരു നിഗമനം. വരക്കുമ്പോൾ അങ്ങനെ ഒരു തോട്ടായിരുന്നു എനിക്ക്. മേഘം, കണ്ണും വായുള്ള മേഘം. ക്യൂട്ടാവാൻ വേണ്ടിയിട്ടാണ് അതിന് കണ്ണും വായൊക്കെ വരച്ച് കൊടുത്തിരിക്കുന്നത്. അതേപോലെ പിന്നെ ഗുഡ് വൈബ്സ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ല എന്നും പറയാം, ഒരു മീഡിയേറ്റ് ലെവലിൽ നിന്നും പറയാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ഗുഡ് വൈബ്സ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ ഗുഡ് വൈബ്സ് കിട്ടുന്നത്. ബാക്കിയുള്ള ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സൈൻ ഗ്രാഫ് പോലെ കേട്ടോ. ഇങ്ങനെ സൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻസ് കുട്ടികൾക്കറിയാം. സയൻസ് ഗ്രാഫ് ഒരു ഏറ്റവും കുറച്ചിലൊക്കെ ആയിട്ടുള്ള അങ്ങനെ സംഭവങ്ങളാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഗുഡ് വൈബ്സ് ഉണ്ട്. പിന്നെ ഞാൻ അടുത്തത് വേറെ ഒന്നും കൂടി വരക്കുന്നുണ്ട് കേട്ടോ. വേറെ സ്റ്റാർ വരക്കുന്നുണ്ട്. സ്റ്റാറും ഇതേപോലെ കണ്ണും മൂക്കും. ഇത് ഫിഷാണ് കേട്ടോ. സ്റ്റാർ ഫിഷാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ണും വായൊക്കെ ഉള്ള സ്റ്റാർ ഫിഷ്. ശരിക്കും സ്റ്റാർ ഫിഷിനെ ഞാൻ കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ഞാനങ്ങനെ സ്റ്റാർ ഫിഷും വരച്ച് അത്യാവശ്യം നല്ല ഇപ്പം കുറച്ച് ഭംഗിയുണ്ടല്ലേ കാണാനും, നല്ല രസമുണ്ട് കാണാൻ. ഇനി അതിൽ കുറച്ച് പെൻസിലും കൂടെ ആഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വർക്കാവുന്നുണ്ടോയെന്ന് നോക്കണമല്ലോ. അപ്പം അതിൽ ഞാൻ കുറച്ച് പെൻസിലും ബ്രഷസും ഒക്കെ ആഡ് ചെയ്തു. കൊള്ളാം, നല്ലതാണ്. വീണത് ഞാൻ നന്നായിട്ടൊന്ന് ഇതായതുകൊണ്ട് മാത്രമാണ് കേട്ടോ വീണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ. അതേപോലെ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റും അറിയിക്കണേ. ബെല്ലൈക്കണം നിൽക്കാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.